എങ്ങനെയുണ്ടായിരുന്നു ഇതിൻ്റെ വർക്കുകൾ മൊത്തത്തിൽ? ഈ പ്രളയശേഷം മുതൽ ചില കുറച്ച് വെള്ളം ഒക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ ചുമ്മാ വിശ്വസിക്കാനോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പടം കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. അല്ല, ഇത് ഭയങ്കര എന്താ പറയുക, ഒരു കൂടുതൽ കഥയും നടക്കുന്ന ഒരു വീടിനകത്ത് തന്നെ. അപ്പോൾ അതിനകത്തേക്ക് ഈ പറഞ്ഞ പോലെ പ്രളയത്തിന് ആസ്പദമാവുന്ന ഒരു മഴയുണ്ട്. എന്നാൽ ഈ മഴ മുഴുവൻ നമുക്ക് കാണിക്കാൻ പറ്റില്ല. ഈ മഴയെ ഈ വീടിനകത്ത് ഫീൽ ചെയ്യിപ്പിക്കണം. അതിന് കുറച്ചൊക്കെ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് തോന്നിയൊരു ചലഞ്ച് അതാണ്. ഞാൻ സിനിമ അവസാനമായിട്ട് തിയേറ്റർ ഞാൻ ലാസ്റ്റ് ഡേ സിനിമ കണ്ടപ്പോൾ എനിക്ക് DOPന്റെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയത്, ഈസിയാണോന്ന് എനിക്കറിയില്ല, ഈ സിനിമ നടക്കുമ്പോൾ പുറത്ത് മൊത്തം മഴയാണ്, പക്ഷെ ഇത് അവര് അകത്തത് ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് എൻ്റെ അഭിപ്രായത്തിൽ ചെറിയ കാര്യമല്ല. കാരണം ഷൂട്ട് ചെയ്യുമ്പോൾ മഴയില്ലല്ലോ, നല്ല വെയിലത്തെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ പക്ഷെ എൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമുക്ക് പുറത്ത് മഴയുണ്ടെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള മാജിക് ഹരി മനോഹരനും കൂടി അതിനകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നിയ കാര്യമാണ്. ഡയറക്ടറും DOPയും കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ അതൊരു വലിയ ഒരു വിപ്ലവമാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ അതിനകത്ത്. പക്ഷെ ഇപ്പോൾ DOPയുടെ വ്യൂ വേറെയാണല്ലോ. ആ ഒരു കഴിവ് ഈ സിനിമയിൽ നമുക്ക് കണ്ടിട്ട് ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു വരും. ട്രെയിലർ കണ്ടിട്ട് കരഞ്ഞു എന്ന് പറഞ്ഞു കേട്ടോ. കണ്ണൊക്കെ നനഞ്ഞ് ഇറങ്ങി വന്നെ ഞാൻ ആ സീൻ കണ്ടായിരുന്നു. തീർച്ചയായിട്ടും അല്ലേ? സന്തോഷത്തിന്റെ കണ്ണുനീരായിരുന്നു അല്ലേ? ഞാനത് കണ്ടിരുന്നു. പക്ഷെ നമുക്ക് ഒരു പിടുത്തവും പക്ഷെ ഒരു പിടുത്തവും തരാന്നാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. അത് ഡയറക്ടർ ആ രീതിക്ക് കൊണ്ടുവച്ചോക്കാണ്. നമ്മളെ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ട്രിക്കാണ് ഡയറക്ടർ കൊണ്ടുവച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇതുവരെ വേറെ സിനിമ ചെയ്തിട്ടുണ്ട്. ഈ വേഷമുണ്ട്, പക്ഷെ ഈ ഒരു ക്യാരക്ടർ ഇത്ര ഏജ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആദ്യമായിട്ട് ഒരു ചലഞ്ച് ആയിരുന്നോ? തീർച്ചയായിട്ടും ആയിരുന്നു. ഈ ക്യാരക്ടർ ഭയങ്കര കുറച്ച് പാടായിരുന്നു ചെയ്യാൻ. അതെങ്ങനെ ഒപ്പിച്ചെടുത്തെന്ന് പറയും ഡയറക്ടർ പുറകെ തന്നെ വട്ടിയായിട്ടുണ്ടായിരുന്നോ? അതെങ്ങനെ ഒപ്പിച്ചെടുത്ത എനിക്കത് പോയില്ല. ലോക കൗണ്ടറാട്ടോ മൊത്തത്തില്. കാരണം ആക്ഷൻ കട്ടിനോടൊക്കെ ഞാനേ ഉണ്ടാവും രക്ഷിക്കാനാണ്. കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, ദൂരെ മനോഹരനാണ്. അത് ഒപ്പിയെടുത്താണോ ഒപ്പിച്ചെടുത്താണോ അതിന്റെ മറുപടി പറഞ്ഞു. ചില ഭാഗങ്ങൾ ഒപ്പിയെടുത്തു, ചില ഭാഗങ്ങൾ ഒപ്പിച്ചെടുത്തു. അത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു ചോദിച്ചോട്ടോ. ചില ഭാഗങ്ങൾ ആദ്യ ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു ക്യാരക്ടർ, ആദ്യത്തെ ഒരു 4 ദിവസമൊക്കെ. പിന്നെ ഈ പറയുന്ന പോലെ ഗോകുലിനും രഞ്ജിത്തും ഒക്കെ ഒരുപാട് ആ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞാനൊക്കെ 3 ദിവസം ജോയിൻ ചെയ്യാനായിട്ടാ. ആശയൊക്കെ ജോയിൻ ചെയ്തിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാ ഞാൻ വന്ന് ജോയിൻ ചെയ്യണേ. അപ്പൊ ആശയുടെ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അല്ലേ, ഞാൻ 2 ദിവസം ജോയിൻ ചെയ്തത്. ഓർമ്മ മൊത്തം പോയി. ഈ ക്യാരക്ടർ ഇറങ്ങിയിട്ടില്ലേ? അതല്ല, ഈ ഗോകുലം വന്നിരുന്നാലും ഓർമ്മ പോകും. ഞാൻ ഇന്ന് ഒതുങ്ങിയിരിക്കാൻ ഗോകുല് കയറി ഗോൾ അടിച്ചോണ്ടിരിക്കുക. എനിക്ക് സമാധാനം. ഞാനാണ് ഹൈദരാബാദിലോട് പറഞ്ഞത്, പ്ലീസ് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കല്ലേ, കാല് പിടിച്ചിട്ട് ഇരിക്കുക അവിടെ. അവിടെ അല്ല, ഇവിടെ തന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് സൗമ്യമായിട്ട് നോയമ്പാണ്ടെന്ന് പറയുകയും ചെയ്തു. ഇനി മൊത്തം ഗോകുലിന് ഗോകുൽ ഇവിടെ കുറച്ചു നേരം ഇരുത്താണ്. ഞാൻ ഇല്ലാത്തൊന്നും പറഞ്ഞില്ല, ഞാൻ കണ്ടതും കേട്ടതും ഞങ്ങളാണത് കണ്ടത്. അപ്പൊ നിങ്ങൾ രഞ്ജിത്തും ഉണ്ടായിരുന്നു. രഞ്ജിത്ത് അധികം ദിവസം ഉണ്ടായിരുന്നു. രഞ്ജിത്ത് കുറച്ച് ദിവസമേ ഉള്ളായിരുന്നു. എല്ലാ ദിവസവും എന്റെ കൂടെ ഉണ്ടായിരുന്നു ഗോകുലിനായിരുന്നു. മേക്കപ്പ് ഇടുമ്പോഴും പോലും ഒരുമിച്ചിരുന്നതാണ്. മേക്കപ്പ് ഇടുമ്പോഴും ക്യാരവാനില്ലാത്ത അല്ല, വീട്ടിലായത് കാരണം കൊണ്ടും ക്യാരവാൻ വേണ്ടിയൊന്നുമില്ല, ഒരു മുറിയിലായിരുന്നു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.